ഇന്ന് നമുക്ക് പിസ്സ ഉണ്ടാക്കുന്ന സോസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നമുക്ക് പിസ്സ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. കുറച്ച് ഇതുപോലെ സോസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് പിസ്സ ഉണ്ടാക്കുമ്പോൾ സോസ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സോസ് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ പുറത്തു നിന്നൊക്കെ പിസ്സ സോസ് മേടിക്കുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പിസ്സ സോസ് ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് എരിവൊക്കെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ തക്കാളിയുടെ പ്യൂരി നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് പുറത്തുനിന്ന് മേടിച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തക്കാളി പ്യൂരി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നമ്മൾ വേവിക്കാൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ തക്കാളിയുടെ ഈ വശമല്ല, ഈ ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒരു എക്സ് ആയിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കണം. ഇതുപോലെ എക്സ് രൂപത്തിലൊന്ന് മുറിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ തൊലി പെട്ടെന്ന് നമുക്ക് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് മുറിച്ച് വച്ച ശേഷം നമുക്ക് വേവിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊരു 2 മിനിറ്റ് തിളപ്പിച്ച് തന്നെ എടുക്കണം. 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ ആ തക്കാളി നന്നായിട്ട് വേകും. അപ്പോൾ നമുക്കതിൻ്റെ തൊലി പെട്ടെന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ ഒരു 4 തക്കാളിയാണ് വേവിക്കാനായിട്ട് ഇടുന്നത്. ഇപ്പോൾ 2 എണ്ണം എനിക്കത് ചോപ്പ് ചെയ്തെടുക്കാനും വേണം, 2 എണ്ണം അല്ലാതെ അടിച്ചത് പേസ്റ്റാക്കി എടുക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ചുമന്ന തക്കാളിയൊക്കെയാണ്, നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിസ്സ സോസിൻ്റെ കളറ് നല്ല ചുവപ്പ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. ഞാനിവിടെ ഒരു 4 തക്കാളി ഇതുപോലെ വേവിക്കാൻ ഇടുവാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തോളും. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നമ്മൾ ഇട്ടത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നൊന്ന് നോക്കാം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ തക്കാളിയുടെ തൊലിയൊക്കെ ഇവിടെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൂടെ ഇതുപോലെ തുറന്ന് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട്, അതായത് ചൂട് പോകാനായിട്ട് വെക്കണം. അതിന് ശേഷമേ നമ്മൾ തക്കാളി എടുത്ത് അരച്ചെടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വന്നേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതിപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇനി നമുക്കിത് ചൂട് പോകാനായിട്ട് വെക്കണം. നന്നായിട്ട് ചൂട് മാറിയ ശേഷം മാത്രമേ നമ്മൾ ആ തക്കാളി എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ചൂട് പോകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി ഇതുപോലെ മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 2 തക്കാളി എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കണം. നമുക്ക് ഇതിൻ്റെ അരിയും അങ്ങ് മാറ്റണം.
ഇനി ചെറുതായിട്ട് ഒന്ന് അരിയാം. അതുപോലെ ഈ തക്കാളിയുടെ അകത്ത് അരിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇപ്പോൾ തക്കാളി ഞാൻ 2 എണ്ണം അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അരിയെല്ലാം മാറ്റിയ ശേഷം ഇനി നമുക്ക് ബാക്കി 2 തക്കാളി ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ആ മിക്സിയുടെ ബൗളിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ ഒഴിച്ചു. ആ ഒലീവ് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ആ വെളുത്തുള്ളി ഇവിടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്താൽ മതി. ഇത് ചെറിയ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്, ഒരു മീഡിയം സൈസിലെ 2 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സമയം തീ നന്നായിട്ട് ലോ ആയിട്ട് വെക്കണം. ലോ ആയിട്ട് തീ വെച്ചതിന് ശേഷം മാത്രമേ തക്കാളിയുടെ പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തീ ഒരുപാട് കൂട്ടി വെച്ചിരുന്നാൽ ആ പേസ്റ്റ്, ആ തക്കാളി പൊട്ടി തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീ ലോയിലാക്കിയ ശേഷം തക്കാളിയുടെ പേസ്റ്റ് ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ആ പേസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഇതിന് കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മൾ ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് പൊടിച്ചില്ല, ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക, എരിവ് അധികം വേണ്ട. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഞാൻ ചേർക്കുകയാണ്. ഇത് ഒറിഗാനോ ആണ്, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇപ്പോൾ ഒറിഗാനോ ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ഒറിഗാനോ ആണ് ഈ പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പിസ്സ സോസിനും അതുപോലെ തന്നെ നമ്മൾ പിസ്സയുടെ ക്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒറിഗാനോ ആണ്. ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അതും ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കുറച്ചുണ്ടല്ലോ, ആ ടൊമാറ്റോയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണിത്, ഇതിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും നന്നായിട്ടൊന്ന് വേകണം. ടൊമാറ്റോ ഒക്കെ വെന്തതാണ്, എന്നാലും കുറച്ചുകൂടെ ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം. ആ ഒരു സോസിൻ്റെ പരുവം ആവണം. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും, നമ്മൾ വെള്ളത്തിലിട്ടല്ലേ ടൊമാറ്റോ വേവിച്ചത്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. ടൊമാറ്റോ സോസാണിത്, ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടോ, നന്നായിട്ട് കുറുകി പിസ്സ സോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരണം, ആ ഒരു സോസിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തേക്കാം. ഇതിപ്പോൾ ചൂട് നന്നായിട്ട് പോയ ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.
അല്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സോസ് മാത്രം ഉണ്ടാക്കി നമുക്ക് പിസ്സ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പിസ്സ സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.